Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the term res gestae means history as dash. ഈ ഒരു ടേം ഹിസ്റ്ററി എന്താണെന്നാണ് പറയുന്നത്? റിഫ്ലക്റ്റീവ് തോട്ട്, റെക്കോർഡ്, ഇവന്റ്സ്, ആക്സിഡൻസ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? നോക്കാം. ഓപ്ഷൻ സി ഇവന്റ്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റെസ് ഗെസ്റ്റേ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേം ആണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, നമുക്ക് ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടേം ആരാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ്, ഏത് ബുക്കിലാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ദ ടേം res gestae means history as dash. ഹിസ്റ്ററി എന്താണെന്നാണ് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈവൻസ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു ടേം ഒരു ലാറ്റിൻ വേർഡ് ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് വരുന്നത് എന്താണ്? കാര്യങ്ങൾ ചെയ്യപ്പെട്ടു, തിങ്സ് ഡൺ എന്നുള്ളതാണ് res gestae എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. അല്ലെങ്കിൽ സംഭവങ്ങൾ, അതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ഹിസ്റ്റോറിയോഗ്രാഫിയിൽ രണ്ട് തരത്തിലാണ് ഈ അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ചരിത്രത്തിനെ കാണുന്നത്. ഓക്കെ, അതിൽ ഒന്നാണ് ഈ റെസ് ഗെസ്റ്റേ എന്ന് പറയുന്നത്, അതായത് നടന്ന കാര്യങ്ങൾ അഥവാ സംഭവങ്ങൾ, ഹിസ്റ്ററി ആസ് ആൻ ഇവന്റ്സ് എന്നുള്ള ഒരു ലെവലിൽ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഹിസ്റ്റോറിയ റേറം ഗെസ്റ്റാറം. ഓക്കെ, ഹിസ്റ്റോറിയ റേറം ഗെസ്റ്റാറം. ഓക്കെ, ഞാനിതൊന്നും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ പറയുന്നതാണ്. ഓക്കെ ഓക്കെ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ചരിത്ര രചന, അതൊക്കെയാണ് ഹിസ്റ്റോറിയ റേറം ഗെസ്റ്റാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഹിസ്റ്ററി ആസ് എ റെക്കോർഡ് അല്ലെങ്കിൽ നറേറ്റീവ് ഓഫ് ഇവന്റ്സ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് തരത്തിലാണ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഹിസ്റ്ററിനെ രണ്ട് രീതിയിലാണ് കാണാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, author of The Hero in History, a study in limitation and possibility. ആരുടെ വർക്കാണ് എന്നാണ് ചോദ്യം. The Hero in History, a study in limitations and possibility. തോമസ് കാർലൈൽ, സിഡ്നി ഹുക്ക്, സർ ചാൾസ് ഊമൻ, എൽ റോസ്. ആരുടെ വർക്കാണ്? ഓപ്ഷൻ ബി സിഡ്നി ഹുക്ക് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതാണ്, ബുക്ക് ആൻഡ് ഓഥർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ PYQ ഡിസ്കഷനിലാണ് ഇത് എത്രാമത്തെ ബുക്ക് ആൻഡ് ഓഥറാ വരുന്നത് അല്ലേ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ബുക്ക് ആൻഡ് ഓഥർ. അത് വേൾഡ് കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, കേരള കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, ബുക്ക് ആൻഡ് ഓഥർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മള് പല ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫികൾ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. നമ്മുടെ യൂണിറ്റ് സെക്കൻഡിലാണ് തോന്നുന്നു ഹിസ്റ്റോറിയോഗ്രാഫികൾ കണ്ടമാനം വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ധാരാളം ബുക്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലും നമുക്ക് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ബുക്സ് ഒക്കെ ഞാൻ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതല്ലാതെ തന്നെ നോട്ടിൽ കൊടുക്കാത്ത കുറേ ബുക്സും ഓതറും നിങ്ങളിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കാണുമ്പോഴൊക്കെ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ ഒരൊറ്റ സോഴ്സിനെ മാത്രം ആശ്രയിച്ചിട്ട് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കരുത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ പറയാതെ തന്നെ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ആക്ച്വലി I+ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും അതിലുപരി കണ്ടന്റുകൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പരന്ന വായനയിലൂടെ നോക്കണം. ഞാൻ തരുന്ന നോട്ട് അല്ലെങ്കിൽ I+ തരുന്ന നോട്ട് മാത്രം നോക്കി നിങ്ങൾ പഠിക്കുക, അങ്ങനത്തെ ഒരു ലെവൽ മാത്രമായിട്ട് എടുക്കരുത്. കാരണം നമ്മുടെ എക്സാമിന് ഡിഫിക്കൽട്ടി ലെവലും ഒക്കെ കൂടി വരികയാണ്. നമുക്ക് കോമ്പറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ എത്രത്തോളം ടഫ് ആവോ അത്രത്തോളം നമ്മൾ അതിന് ഇന്റൻസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ സോഴ്സ് മെറ്റീരിയൽ മാത്രം നോക്കിയിട്ട് ഞാൻ അവിടെ കോഴ്സ് പർച്ചേസ് ഉണ്ട്, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ആയിട്ട് കിട്ടും, അങ്ങനെ വിചാരിക്കരുത്. ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിയറീസും കാര്യങ്ങളും മാത്രമല്ല വരുന്നത്, ഇന്ന് നടക്കുന്ന കാര്യം നാളത്തെ ഹിസ്റ്ററിയാണ്. ഓക്കെ, അപ്പൊ ഇന്നും നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സിഡ്നി ഹുക്ക് എന്നുള്ളതാണ്. 1943 അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് എഴുതുന്നത്. അതായത് ഓരോ വ്യക്തികൾക്കും ചരിത്ര രചനയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് കഴിയും എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി തോമസ് കാർലെ നമ്മുടെ മറ്റു ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ തോമസ് കാർലൈനെ കുറിച്ച് പറയുമ്പോൾ ഗ്രേറ്റ് മെൻ തിയറി എന്ന ആശയത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? തോമസ് കാർലെ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, ഏതാണ്? ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോയിക് ഇൻ ഹിസ്റ്ററി. അപ്പൊ തോമസ് കാർലെയുടെ ബുക്കുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട് അല്ലെ, ഈ സിഡ്നി ഹുക്കിന്റെ ബുക്കിന്റെ പേര്. അപ്പോ തമ്മിൽ മാറിപ്പോവരുത്, ഓപ്ഷൻസ് ഒന്നും മാറിപ്പോവരുത്. ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോ ഇൻ ഹിസ്റ്ററി, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ്? സർ ചാൾസ് ഉമ്മൻ ആണ് അല്ലെ, ഓപ്ഷൻ സി. അപ്പൊ അത് പ്രശസ്തനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സൈനിക ചരിത്രകാരനായിരുന്നു ചാൾസ് ഉമ്മൻ. ദെൻ എൽ റോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എലിസബത്തൻ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫിക് വർക്കുകൾക്ക് പേര് കേട്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ദ യൂസ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ്. നെക്സ്റ്റ്, ദ ബ്രാഞ്ച് ഓഫ് മെറ്റാഫിസിക്സ് ഡീലിംഗ് വിത്ത് ദ നേച്ചർ ഓഫ് ബീയിങ്. അതായത് നേച്ചർ ഓഫ് ബീയിങ്ങുമായിട്ട് ഡീൽ ചെയ്യുന്ന മെറ്റാഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദ്യം. ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ടെലിയോളജി, എറ്റിയോളജി, ഇതിലേതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഓണ്ടോളജി ആണ് അല്ലെ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓണ്ടോളജി ആണ് ശരിയായിട്ടുള്ള ആൻസർ. എന്താണ് ഓണ്ടോളജി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച്, അതായത് നമ്മുടെ ബീയിങ്, ഓക്കെ, നേച്ചർ ഓഫ് ബീയിങ് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു നിലനിൽപ്പിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ ഒരു നേച്ചർ, അതായത് റിയാലിറ്റി ഓഫ് നേച്ചറിനെ കുറിച്ചിട്ടോ ഒക്കെ പഠിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ബ്രാഞ്ച് ആണ്, മെറ്റാഫിസിക്സിന്റെ ബ്രാഞ്ച് ആണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. അതായത് വാട്ട് എക്സിസ്റ്റ് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എപ്പിസ്റ്റമോളജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിവിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത്? എപ്പിസ്റ്റമോളജി, സ്റ്റഡി ഓഫ് നോളജ്. ഓക്കെ, എപ്പിസ്റ്റമോളജി അല്ലെ, നമ്മുടെ ജീൻ പിയാഷയുടെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതെന്താണ്? സ്റ്റഡി ഓഫ് നോളജ്, അതാണ് എപ്പിസ്റ്റമോളജി എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. അതായത് നോളജ് എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ എപ്പിസ്റ്റമോളജിയിൽ ഡീൽ ചെയ്യുന്നത്. ടെലിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെയോ ലക്ഷ്യത്തെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു അന്ത്യത്തെ കുറിച്ചിട്ടോ, അതായത് അതിന്റെ ഒരു പർപ്പസ്, ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് എന്ത്? ടെലിയോളജി എന്ന് പറയുന്നത്. ഇനി എറ്റിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് കോസേഷൻസ്, കാരണങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എറ്റിയോളജി എന്ന് പറയുന്നത്. അതായത് ഒരു ഫിനോമിന, അതായത് ഒരു ഫിനോമിനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമോ ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയാണ് എറ്റിയോളജി എന്നുള്ളതിന്റെ ലക്ഷ്യം വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്, നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബുക്ക് ആൻഡ് ഓതർ ക്വസ്റ്റ്യൻ ആണ്. ദ ഓതർ ഓഫ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് ആൻഡ് ഓതർ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഹിസ്റ്ററിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സെറ്റിൽ. ഓക്കെ, അപ്പൊ ഓതർ ഓഫ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നുള്ളത് ആരുടെ വർക്കാണ്? ദാദാബായ് നവറോജി, ലാലാ ലജ്പത് റായ്, ദിൻഷ വാച്ച, അരബിന്ദോ ഘോഷ്. ആരുടെ വർക്കാണ്? ഓപ്ഷൻ ബി, ലാലാ ലജ്പത് റായുടെ വർക്കാണ് അല്ലെ ഇത് ഓതർ ഓഫ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായുടെ വർക്കാണ്. 1917 പ്രത്യേകത എന്താ അറിയോ? എന്താ? റഷ്യൻ റവല്യൂഷന്റെ പീരീഡ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നുള്ള വർക്ക് ലാലാ ലജ്പത് റായ് എഴുതിയിട്ടുള്ളത്. നമ്മളിങ്ങനെ ഓരോ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോഴേ അതിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റേ ഇവന്റ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന വർക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്? റഷ്യൻ റവല്യൂഷന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. റഷ്യൻ റവല്യൂഷന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1917. ഓക്കെ, അപ്പൊ ഈ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ടും ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഇങ്ങനെ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടല്ലോ, അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വർക്കിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രതിപാദിക്കുന്നത്. ഇനി ദാദാബായ് നവറോജിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലോ, ഡ്രെയിൻ തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ദാദാബായ് നവറോജി. അതായത് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള ഒരു തിയറി, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഏതായിരുന്നു? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിനെ കുറിച്ചിട്ട് ദാദാബായ് നവറോജി, ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി. അപ്പൊ അദ്ദേഹമാണ് ഡ്രെയിൻ ഓഫ് വെൽത്തിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ
ഈ ഒരു വർക്കും, അതായത് ലാലാ ലജ്പത് റായുടെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നുള്ള വർക്കും ദാദാഭായ് നവറോജിയുടെ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വർക്കും പരസ്പരം ഇങ്ങനെ സ്റ്റുഡൻസിനെ ഇങ്ങനെ മാറി പോവാറുണ്ട്. രണ്ടിലും ഏകദേശം സെയിം കണ്ടന്റ് തന്നെയാണ് പറയുന്നത്. ബുക്കിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, ദിൻഷാ വാച്ചനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടിങ് ലീഡേഴ്സിൽ ഒരാളും അതുപോലെ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അറിവുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ദിൻഷാ വാച്ച. ദെൻ അരവിന്ദോ ഘോഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു എന്താ എക്സ്ട്രീമിസ്റ്റിന്റെ ഒരു വക്താവ് കൂടിയായിരുന്നു അല്ലെ. അതായത് കോൺഗ്രസിൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഉണ്ടായിരുന്നു. അതായത് തീവ്ര ദേശീയത. ഓക്കെ, അപ്പൊ അതിലത്തെ എക്സ്ട്രീമിസ്റ്റിലത്തെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു അരവിന്ദോ ഘോഷ്. ന്യൂ ലാംപ്സ് ഫോർ ഓൾഡ്, ദ ലൈഫ് ഓഫ് ഡിവൈൻ, അതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക്സ് വരുന്നത്. ദെൻ അടുത്ത നമ്മുടെ ബുക്ക് ആൻഡ് ഓതർ വരുന്നുണ്ട്. തന്ത്ര സമുച്ചയ വാസ് റിട്ടൺ ബൈ ഹൂം? ആരാണ് തന്ത്ര സമുച്ചയ എഴുതിയിട്ടുള്ളത്? ഉദ്ദണ്ഡ ശാസ്ത്രികൾ, പുനം നമ്പൂതിരി, വാസുദേവ ഭട്ടതിരി, ചെന്നാസ് നാരായണൻ നമ്പൂതിരി. ആരാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? തന്ത്ര സമുച്ചയ എഴുതിയിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ഡി, ചെന്നാസ് അല്ലെങ്കിൽ ചേന്നാസ് നാരായണൻ നമ്പൂതിരിയാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഈ തന്ത്ര സമുച്ചയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15th സെഞ്ചുറിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. അതായത് കേരളത്തിലെ വാസ്തുശാസ്ത്രം ഉണ്ടല്ലോ, ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനെ കുറിച്ചിട്ടും അതുപോലെ വിഗ്രഹ പ്രതിഷ്ഠ, അതിന്റെ പൂജാവിധികൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് തന്ത്ര സമുച്ചയ എന്ന് പറയുന്ന വർക്ക്. എഴുതിയിട്ടുള്ളത് ആരായിരുന്നു? ചേന്നാസ് നാരായണൻ നമ്പൂതിരിയാണ്. 15th സെഞ്ചുറിയിലാണ് കേട്ടോ. ഓക്കെ, കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണം റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ക്ഷേത്ര നിർമ്മാണം, വിഗ്രഹ പ്രതിഷ്ഠ, അതുപോലെ പൂജാവിധി കർമ്മങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരുന്നു തന്ത്ര സമുച്ചയ എന്ന് പറയുന്നത്. ഇനി ഈ ഓദറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് സാമൂതിരി ഉണ്ടല്ലോ, സാമൂതിരിയുടെ സദസ്സിലെ പ്രമുഖനായിട്ടുണ്ടായിരുന്ന നമ്മൾ ഈ 18 കവികൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. 18 കവികൾ, അതില് ഒരാളായിരുന്നു ഇദ്ദേഹം. 1428 ഇദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് എഴുതിയിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. മറ്റു ഓപ്ഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് ഏതാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് അല്ലെ. ഉദ്ദണ്ഡ ശാസ്ത്രികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാമൂതിരിയുടെ സദസ്സിലെ മറ്റൊരു പ്രമുഖ കവി കൂടിയായിരുന്നു ഈ ഉദ്ദണ്ഡ ശാസ്ത്രികള്. മല്ലികാമാരുതം, കോകില സന്ദേശം, അതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളാണ്. കേട്ടിട്ടുണ്ടായിരിക്കും, കോകില സന്ദേശമൊക്കെ വളരെ ഫേമസ് ആണ് അല്ലെ. ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ വർക്കാണ് കോകില സന്ദേശം, അതുപോലെ മല്ലികാമാരുതം. ഓക്കെ, ഇനി പുനം നമ്പൂതിരിയുടെ പ്രത്യേകത എന്താണ്? 18 കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. രാമായണം ചമ്പു എഴുതിയിട്ടുള്ളത് ആരാണ്? ഈ പുനം നമ്പൂതിരിയാണ് കേട്ടോ. വാസുദേവ ഭട്ടതിരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് പോയറ്റും ഒരു സ്കോളറും ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. കോഴിക്കോട് സാമൂതിരിയുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 18 കവികളിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹവും. അതിലത്തെ ഒരാളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. പക്ഷെ അതായത് ചില ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിൽ ഇദ്ദേഹത്തിന്റെ പേരും കൂടി ഇൻക്ലൂഡഡ് ആണ്, ചിലതിൽ ഇദ്ദേഹത്തിന്റെ പേരില്ല. ഓക്കെ, ദെൻ യുധിഷ്ഠിര വിജയം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.